ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 6 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 4 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. സവാള ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടും. അങ്ങനെ വേഗത്തിൽ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. പക്ഷേ നമ്മൾ 10 മിനിറ്റിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, മൂടി തുറന്നിട്ട്. അപ്പോൾ എൻ്റെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ചേർത്ത ശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പച്ച മണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ഓർക്കുക, ഇതിലേക്ക് അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ഇനി ഞാനെൻ്റെ മൂടി വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഒരു 10-15 മിനിറ്റോളം തന്നെ വേവിക്കണം. ഇടയ്ക്ക് ഇതിൻ്റെ മൂടി തുറന്നിട്ട് ഇളക്കി വെച്ച് കൊടുക്കാൻ മറക്കരുത്, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്ത് വീണ്ടും മൂടി അടച്ചു വെച്ച് വേവിക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ വേവിച്ചെടുക്കുക. എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെള്ളം ചേർത്ത് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് പോവും. നമ്മുടെ കുട്ടികൾക്കായാലും ഓഫീസിൽ പോകുന്നവർക്കായാലും ഒക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കിഴങ്ങ് മെഴുക്കുവരട്ടി. ഇതിൻ്റെ കൂടെ ഒരു പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.